ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അങ്ങനെ ആലപ്പുഴ ട്രിപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോയാണ് ഇത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായി പോകുവാണ്. കുമരകത്തുള്ള കിളിക്കൂട് എന്ന് പറയുന്ന ഫാമിലി റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അത്യാവശ്യം നല്ല ഫേമസ് ആയ ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഉള്ളിലേക്ക് പോകുവാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ഉച്ചയ്ക്ക് അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, വീഡിയോ കണ്ടവർക്ക് അറിയാം. പാതിരാമണയിൽ പോയപ്പോൾ കുറച്ച് ഫുഡ് കിട്ടി. അങ്ങനെ ആ ഒരു ബലത്തിലാട്ടോ എല്ലാവരും നിൽക്കുന്നത്. എല്ലാവരും നന്നായിട്ട് വിശന്നാ നിൽക്കുന്നത്. അപ്പോൾ അതേ പൊന്നായി ഞാൻ ഫോട്ടോ എടുക്കുമെന്ന് ഓർത്താണ് അവൻ പോസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് തിരിഞ്ഞു പോകുന്നതാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഈ ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുവാണേ. പുറമെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ര സൗകര്യം ഉള്ളതുപോലെ തോന്നത്തില്ല. എന്നാലും ഉള്ളിലേക്ക് പോകുമ്പോൾ നല്ല സൗകര്യമുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. നല്ല അടിപൊളി കളറൊക്കെ ആയിരുന്നു കേട്ടോ പെയിൻ്റ് അടിച്ചിരുന്നത്. നല്ല പച്ച കളർ പെയിൻ്റൊക്കെയാണ് അടിച്ചിരുന്നത്. നല്ല ഭംഗിയില്ലേ, ചെയറും ടേബിൾ വിരിയും പെയിൻറ്റും എല്ലാം പച്ച കളറായിരുന്നേ. അത്യാവശ്യം നല്ലൊരു ടീമിന് ഇരിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനും പറ്റി. 2 ടേബിൾ ആണെങ്കിലും ഒരേ റോയിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഫുഡ് വരാനായിട്ട് കുറച്ച് ഡിലേ ആയി. നമ്മൾ പറയുന്നത് അനുസരിച്ചാണ് അവർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുക കേട്ടോ. ഈ കാത്തിരിപ്പിനും ഭയങ്കര നീളമായിരുന്നേ. കാരണം എല്ലാവരും അതുപോലെ വിശന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫുഡ് വരാത്തത് കൊണ്ട് ഇതെന്താ പോലും വരാത്ത എന്നോർത്തിരിക്കുവാണ്. അങ്ങനെ ഓരോ ഐറ്റംസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇവിടുത്തെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. നല്ല ഫുഡാണെന്ന് നമ്മൾ ഒത്തിരി കേട്ടു. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ കള്ളപ്പവും കപ്പയും മീൻ കറിയും കൂന്തൽ റോസ്റ്റും കക്ക റോസ്റ്റും പോർക്ക് റോസ്റ്റും ഒക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പുറത്തെ ടേബിളിൽ അവർ വേറെ ഐറ്റംസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. കരിമീനും ഒക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ ഫുഡ് ഐറ്റംസ് ഇനിയും വരാനുണ്ട്. ഫുഡ് കണ്ടാൽ പിന്നെ നമ്മൾ ഓൾറെഡി വിശന്നിരിക്കുവാണല്ലോ, പിന്നെ നമ്മളൊന്നും നോക്കത്തില്ലല്ലോ. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പുറത്തെ ടേബിളിൽ വരുന്നേ ഉള്ളൂ കേട്ടോ ഫുഡ്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേക്കും എല്ലാവരും അത്രയ്ക്ക് വിശന്നാണ് ഇരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് ഒരു ടേബിളിൽ ഇരുന്നത്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു. അങ്ങനത്തെ എല്ലാവരും അപ്പുറത്തെ ടേബിളിലുള്ളവരും ഞങ്ങളും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുപോലെ വിശപ്പായിരുന്നേ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് 2 ഗസ്റ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഷിൻഡോയുടെ അനിയനാണ്. ഷിൻഡോയുടെ അനിയനും ഫ്രണ്ടുമാണ്. ഇവരെ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ 2 പേരാട്ടോ, ഷിബിനും സ്റ്റെഫിയും. അപ്പോൾ അവർ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വളരെ ഫേമസ് ആണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചെന്നാൽ ഇറങ്ങി. അവരും വന്നിട്ട് ഞങ്ങളുടെ കൂടെ കൂടി കുറച്ച് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ കിളിക്കൂട് റെസ്റ്റോറൻറ്റിനോട് വിട പറഞ്ഞ് പിന്നെ ഞങ്ങൾ പോരുവാണ്. കിളിക്കൂട് റെസ്റ്റോറൻറ്റിനോട് മാത്രമല്ല കുമരകത്തോടും വിട പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുവാണ്. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മഴയൊന്നുമില്ലായിരുന്നു. മഴ ചെറുതായിട്ടൊന്ന് തൂളിപ്പോയേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. രാത്രിയിൽ നല്ല മഴയായിരുന്നു. അങ്ങനത്തെ അജയ് ചേട്ടൻ തിരിച്ചു വന്ന വഴി ഏലപ്പാറയിൽ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരണി ചേച്ചിയും മക്കളും കൂടി ഇറങ്ങി. പിന്നെ ഞങ്ങൾ ബാക്കി എല്ലാവരും കട്ടപ്പനയിലാണ് ഇറങ്ങുന്നത്. പ്രശാന്തിനും റെക്സിക്കും അഭിനയ്ക്കും തിരിച്ച് രാജാക്കാടും പോകണം. അപ്പോൾ ഞങ്ങൾ കട്ടപ്പനയിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അവർ തിരിച്ച് രാജാക്കാട് പോകും. ഞങ്ങൾ 11:30-12 മണിയൊക്കെ ആയപ്പോഴേക്കും കട്ടപ്പന എത്തിയിട്ടോ. അപ്പോൾ ഇതോടുകൂടി ഈ ട്രിപ്പിൻ്റെ വീഡിയോസ് അവസാനിച്ചിരിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.